ആ കുഴപ്പമില്ല കേട്ടോ. ഒരു ഡീറ്റെയിലിംഗ് ഇച്ചിരി കൂടിപ്പോയി. പൃഥ്വിരാജിനെ ഒരു ഡീറ്റെയിൽ ചെയ്യാനായിട്ട് ഇച്ചിരി സമയം ഇൻ്റർവെല്ലിന് മുന്നിൽ ലാഗായിട്ട് തോന്നി. പക്ഷേ ഇൻ്റർവെൽ കഴിഞ്ഞ് ഇവിടെ നല്ല ലോലൊക്കെ പോലെ തന്നെ നന്നായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. എടുത്ത് പറഞ്ഞ ഷമ്മിത്തിലകൻ ഒരു പൃഥ്വിരാജിനേക്കാളും എനിക്ക് തോന്നുന്നു ഒരു പടി മുന്നിൽ ഷമ്മിത്തിലകൻ റോൾ ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ല, നല്ല പടം. അവസാനം വരെ കണ്ടുകൊണ്ടിരിക്കാൻ നല്ലൊരു സിനിമ കേട്ടോ. വളരെ ഇഷ്ടപ്പെട്ടു. നല്ല പടം. എല്ലാം നന്നായിരുന്നു. എനിക്ക് തോന്നുന്നു കുറച്ച് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫൊക്കെ കുറച്ചും കൂടി കഴിഞ്ഞിട്ടാണ്. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ മെയിൻ കോറി ഇരിക്കുന്നത് സെക്കൻഡ് ഹാഫിലാണ്. ഫസ്റ്റ് ഹാഫിൽ ഒരു നോർമൽ സ്ക്രീൻ പ്ലേ പോലെയുള്ള ക്യാരക്ടേഴ്സിനെല്ലാം കൊണ്ടുവന്നു, അവരെ രജിസ്റ്റർ ചെയ്തു, കാര്യങ്ങൾ ഒരു പ്ലോട്ട് ഡിഫൈൻ ചെയ്ത് കൊണ്ടുവന്നു. ദെൻ അതിലേക്ക് വരുന്നതാണ്. അതിൽ കുഴപ്പമില്ല. ഒരു ആവറേജ് ഒരു തിയേറ്റർ വാച്ച്, വൺ ടൈം തിയേറ്റർ വാച്ച് മൂവിയാണ്. ഈ പറഞ്ഞ പോലെ പെർഫോമൻസ് വൈസ് ആണെങ്കിൽ പറയുകയാണെങ്കിൽ ഷമ്മി തിലകൻ്റെ പെർഫോമൻസ് എടുത്ത് പറയേണ്ടതാണ്. വളരെ ഗംഭീരമായിട്ടുണ്ട്. അതുപോലെ നായിക പ്രാധാന്യമുള്ളൊരു ചിത്രമാണ്, അത് എടുത്ത് പറയേണ്ടതാണ്. നായിക ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് ആണ്. കുഴപ്പമില്ല. കുറച്ച് പാട്ട് കാര്യങ്ങളൊക്കെ വരുമ്പം ആ ഒരു ഭാഗത്ത് എനിക്ക് കുറച്ച് ലാഗ് ഫീൽ ചെയ്തു. ബാക്കി എല്ലാം ഓക്കെയാണ്. എനിക്ക് ഷമ്മി തിലകൻ്റെ ക്യാരക്ടറാണ് ഇതിനകത്ത് ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് തോന്നിയത്. വേറൊന്നുമല്ല, ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് നമ്മുടെ ഫ്രണ്ട്സാണ് കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞു കേട്ടിട്ടുണ്ട് സച്ചി സാറിൻ്റെ ഇതൊരു സ്ക്രിപ്റ്റാണ്. ആ സ്ക്രിപ്റ്റിൻ്റെ അകത്ത് എങ്ങനെയാണ് ഒരു ഡയറക്ടർ ഒരു പടം ഡയറക്റ്റ് ചെയ്യേണ്ടതെന്ന് അതുപോലെ എഴുതി വെച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അത് ആ സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഡയറക്റ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. പക്ഷേ സച്ചി സാറിൻ്റെ ഒരു ഡയറക്ഷൻ ആയിരുന്നെങ്കിൽ എനിക്കൊന്ന് ഇതിനേലും കുറച്ചുകൂടെ മികവാർന്നതിനെ. പിന്നെ ആ ഒരു ഫൈനൽ എഡിറ്റിലൊക്കെ കുറച്ച് ലാഗൊക്കെ കട്ട് ചെയ്യാൻ പറ്റും. ലെങ്ത് വൈസ് നോക്കുകയാണെങ്കിൽ കുറച്ച് ലെങ്തിയാണ് ഫിലിം. അപ്പോൾ അതിൻ്റെ അകത്ത് ആ ഒരു സെക്കൻഡ് പോർഷനിൽ കുറച്ച് ലാഗ് ഉണ്ട്. അത് വേണമെങ്കിൽ ഒന്ന് ഡ്രിം ചെയ്യാമായിരുന്നു എന്ന് തോന്നി. 4 വർഷം കൊണ്ടാണ് ഇപ്പം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുക. ഇത്രയും നാളത്തെ ഒരു വെയിറ്റിംഗ് അതിൻ്റെ അകത്തുണ്ട്. നമ്മൾ ഈ ഒരു ഡേ നമ്മൾ തിയേറ്റർ ഓഡിയൻസിലൂടെ കാണുന്നത് അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഭയങ്കര എക്സൈറ്റഡ് ആണ്. നമ്മൾ സ്ക്രിപ്റ്റ് വായിച്ചപ്പോഴും ഷൂട്ട് ചെയ്തപ്പോഴും മനസ്സിൽ കണ്ട വിഷ്വലിനേക്കാൾ ഒരുപാട് പടികൾ മേലെയാണ് വിഷ്വലി വന്നപ്പോൾ എനിക്ക് മനസ്സിലായി. അതിന് ജയൻചാരനോട് വലിയൊരു താങ്ക്സ് പറയുകയാണ്. നമ്മൾക്ക് വിശ്വസിച്ച് ക്യാരക്ടർ തന്നതിനും ഈ എല്ലാവരുമായിട്ടുള്ളൊരു കണക്ഷനും ബോണ്ടിങ്ങും അച്ഛൻ മകൻ എന്ന് പറയുന്ന ഷമ്മിച്ചേരനായിട്ടുണ്ടായിരുന്ന ബോണ്ടിങ് എല്ലാം നിന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് തിയേറ്ററിലെ സ്ക്രീനിൽ ഭയങ്കരമായിട്ട് റിഫ്ലക്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും അത് കണക്റ്റായി എന്ന് വിശ്വസിക്കുന്നു. കണ്ടവരെല്ലാവരും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. സച്ചി സാറിൻ്റെ ഒരു സിഗ്നേച്ചർ പതിക്കുന്ന എന്തെങ്കിലും ഈ വിലായത്തിൽ സച്ചി സാറ് കണ്ട് വിലായത്തിൽ ഇറങ്ങിയപ്പോൾ സച്ചി സാറ് മിസ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു സച്ചിയേട്ടൻ്റെ സിഗ്നേച്ചേഴ്സാണ് ഞങ്ങളെല്ലാവരും, ജയൻചേട്ടൻ ഉൾപ്പെടെ. നമ്മളെല്ലാം സച്ചിയേട്ടനുമായിട്ട് അത്രയും ആത്മബന്ധം ഉള്ള ആൾക്കാരാണ്. നമ്മൾ ലൊക്കേഷനിൽ ഒരു ദിവസം പോലും സച്ചിയേട്ടനെ പറ്റി സംസാരിക്കാത്ത അല്ലെങ്കിൽ ഓർക്കാത്ത ദിവസങ്ങളുണ്ടായിരുന്നില്ല. കാരണം ഇന്നും അന്ന് അങ്ങനെ തന്നെയാണ്. എല്ലാ ദിവസവും സച്ചിയേട്ടൻ ഇവിടെ ലൈവായിട്ട് ഉണ്ടാവേണ്ട ഒരാളായിരുന്നു. അപ്പം ആ ഒരു മിസ്സിംഗ് ഉണ്ട്. സച്ചിയേട്ടൻ്റെ അടുത്ത് അത്രയും കടപ്പെട്ട് തന്നെയാണ് നമ്മൾ ഈ സിനിമ ചെയ്തിരിക്കുന്നത്. സച്ചിയേട്ടൻ്റെ ഒരു സോൾ എന്തായാലും അതിന് ഹാപ്പി ആയിരിക്കും എന്നാണ്. കുറേ പേര് പുസ്തകം വായിച്ചിട്ടുണ്ടാവില്ല, കുറേ പേര് പുസ്തകം വായിച്ചിട്ടുണ്ട്. വായിച്ചവർക്കാണെങ്കിൽ ഒരു വിഷ്വലി ട്രീറ്റ് വേറൊരു തരത്തിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ ജയൻചേട്ടൻ്റെ ഒരു ഡെബ്യൂ മൂവിയാണ്. അത് ഡെബ്യൂ മൂവിയാന്ന് തന്നെ തോന്നില്ല, ആ ഗ്യാരണ്ടി ഉണ്ട്. അതുപോലെ തന്നെ ഈ സിനിമ കണ്ടിറങ്ങിയ പലരും ഷമ്മി തിലകൻ ഫാൻസിലേക്ക് കയറുന്നുണ്ടായിരുന്നു. ഷമ്മിച്ചേട്ടൻ്റെ പെർഫോമൻസ് എത്രത്തോളം? ഷമ്മിച്ചേട്ടൻ ഒരു രക്ഷയില്ലാതെയാണ് പെർഫോമൻസ് ചെയ്തിരിക്കുന്നത്. ഷമ്മിച്ചേട്ടൻ്റെ ഓരോ സീൻസും ഞാനിപ്പം ആ സീനൊന്നും പറയണില്ല. ആ സീൻസൊക്കെ കാണുമ്പോൾ നമുക്ക് ശരിക്കും ഉള്ളിൽ തട്ടിയിട്ട് തന്നെ ചെയ്യണത് നമുക്ക് മനസ്സിലാവും. അടിപൊളിയാണ്. ഷമ്മിച്ചേട്ടനും രാജുവേട്ടനും അതെ, രാജുവേട്ടനും ആ സീനിലുണ്ട്. ഗംഭീരമായിട്ടാണ്, ഭയങ്കര രസമായിട്ടാണ് രണ്ടുപേരും പെർഫോം ചെയ്തിരിക്കുന്നത്. പിന്നെ എടുത്തു വരേണ്ട ക്യാരക്ടർ നായികയാണ്. കാരണം ഇത്രയും മാസമായ ഒരു ഹീറോയ്ക്ക് ഒരുപാട് ഇമോഷൻസ് നൽകുന്നത് ഈ നായികയിലൂടെയാണ്. ആ നായികയ്ക്ക് എത്രത്തോളം പ്രാധാന്യം ഈ സിനിമയിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നത്? ആക്ച്വലി ഇതിപ്പോൾ എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. ഞാൻ പുസ്തകം വായിച്ചിട്ടുള്ള ഒരാളല്ലായിരുന്നു. പക്ഷെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നായികയ്ക്ക് ഹീറോ ഫീമെയിൽ ഇതിന് ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു മൂവിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. തീർച്ചയായും വളരെയധികം സന്തോഷത്തിൽ നിൽക്കുവാണ്. ഒരു വലിയ കാത്തിരിപ്പിൻ്റെ ഒരു റിസൾട്ടാണ് ഇന്ന്. അപ്പോൾ ഐ ഹോപ്പ് എല്ലാവർക്കും പടം കണ്ടിട്ട് ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആൻഡ് എല്ലാവരും തിയേറ്റേഴ്സിൽ തന്നെ പോയി കണ്ട് പറയൂ. ബിക്കോസ് ഞങ്ങളെല്ലാവരും ആസ് ഹോൾ ടീം വി ആർ വെരി ഹാപ്പി ടുഡേ. കാരണം നമ്മൾ കുറേ അധികം വെയിറ്റ് ചെയ്തിട്ടുണ്ട് ഫോർ ടുഡേ. സോ താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. സിനിമ അടിപൊളിയായിരുന്നു. അതിൽ ചെറിയൊരു വശം ഞാനും ചെയ്തിട്ടുണ്ട്. ഭയങ്കര എൻജോയ്മെൻ്റ് ആയിരുന്നു ആക്ച്വലി. എല്ലാവർക്കും കോമഡി ഉണ്ട്, ത്രില്ലറുണ്ട്, ഒരു ഡ്രമാറ്റിക് സൂപ്പർ പടം. എല്ലാവർക്കും സന്തോഷമുണ്ട്. ഞാനിതിൽ ചെറിയ റോൾ എന്ന് പറയുമ്പോൾ രാജേട്ടൻ്റെ ചെറുപ്പമാണ്.
അപ്പോൾ എനിക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സപ്പോർട്ട് ചെയ്യണം, അത്രേ ഉള്ളൂ. തിയേറ്ററിൽ തന്നെ പോയി എല്ലാവരും കാണണം. ആക്ഷൻ സീക്വൻസ് ആസ് യൂഷ്വൽ ഇറ്റ്സ് എ മാസ്, എല്ലാം നല്ല രീതിക്ക് വന്നിട്ടുണ്ട്. സോ ഐ റിയലി എൻജോയ്ഡ് ആൻഡ് ഹി ഈസ് ദി സ്റ്റാർ. മേ ബി യു ഷുഡ് ആസ്ക് ഹിം. അടിപൊളി പടം. പൃഥ്വിരാജ് ഗോട്ട് ലൈഫിനെ വെല്ലുത് ഈ പടം. ഓക്കെ, തിലകൻ്റെ മകൻ കലക്കിയിട്ടുണ്ട്. ഓക്കെ, എഡിറ്റിങ് പടത്തിൻ്റെ വെരി ഗുഡ്, ക്യാമറ ടെക്നിക് എക്സലൻറ്റ്, അവാർഡ് കൊടുക്കാൻ പറ്റിയൊരു പടമാണ്. ഓക്കെ, ഞാൻ ജോച്ചയാണ് ചാലക്കുടിയിൽ നിന്ന്. ഓക്കെ, താങ്ക് യു. പൃഥ്വിരാജിൻ്റെ അടിപൊളിയായിട്ടുണ്ട്, കലകനായിട്ടുണ്ട്. അത് ക്യാമറ ടെക്നിക്കിൻ്റെ ഒരു ഇതാണ്. ഓക്കെ, നമുക്ക് ജോച്ചയ്ക്ക് ഒരു ചാൻസ് ഇതിനകത്ത് കിട്ടിയാണ്ടല്ല കലക്കാനെ. ഓക്കെ, ജോച്ചയ്ക്കാണ് ഇതിലൊരു ചാൻസ് ഉണ്ട് അഭിനയിക്കാൻ. മൈൻഡ് യു, ഞാൻ 70+ ആണ്, 70 കൊല്ലത്തെ അഭിനയ പരിചയമുള്ള ഞാൻ. ഹാഫിൽ കുറച്ച് ലെങ്തി ആയിട്ട് തോന്നുന്നു സിനിമ. അത് ക്യാരക്ടറുടെ ആ ക്യാരക്ടേഴ്സിനെ ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടി കുറച്ച് സമയം എടുത്ത് പോലെ തോന്നി. പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് മെയിനായിട്ട് നമ്മളിപ്പോൾ കഥയിലാണെങ്കിലും വായിച്ചവർക്ക് അല്ലെങ്കിൽ നമ്മളറിയുന്നത് പിന്നെ ഇവർ തമ്മിലുള്ള ഒരു ഈഗോ ക്ലാഷ് എന്നുള്ള രീതിയിലാണ്. അതിലേക്ക് കഥ കടന്നപ്പോൾ ഗംഭീരമായിട്ട് സിനിമ വന്നിട്ടുണ്ട്. അതുമുതൽ സെക്കൻഡ് ഹാഫിൽ രണ്ടുപേരും തമ്മിലുള്ള ക്ലാഷും അവരുടെ ഇമോഷൻസൊക്കെ നൈസായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അവസാനമാകുമ്പോഴേ നായികയുടെ നല്ലൊരു ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരു റോളിലേക്ക് നമ്മൾ അങ്ങനെ ഒരു ചേഞ്ച് ഓവർ പ്രതീക്ഷിച്ചില്ല. അത് ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. നായകൻ്റെ മനസ്സലിയുന്നിടത്തോളം ആ സമയത്തും അവർ തീരുമാനിച്ച കാര്യത്തിൽ നിന്ന് മാറുന്നില്ല എന്നുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഇതിൽ അങ്ങനെ നന്മ തിന്മകളൊന്നുമില്ല. എല്ലാവരും അത്യാവശ്യം കള്ളപ്പണികൾ ചെയ്യുന്നവരും അങ്ങനെയുള്ള ഒരു വേൾഡാണ് ചിത്രീകരിച്ചത്. മൊത്തത്തിൽ ഒക്കെ ഒരു ടെക്നിക്കൽ അടിപൊളിയാണ്. മറയൂർ ആ ഏരിയ ഒക്കെ ചിത്രീകരിച്ചതും പിന്നെ ജേക്സിൻ്റെ BGM അതൊക്കെ ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. കുറച്ചുകൂടെ ട്രിം ചെയ്തിരുന്നെങ്കിൽ നന്നായി തോന്നി. അല്ലാതെ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു അബവ് ആവറേജ് നിൽക്കുന്ന സിനിമയാണ്. ഷമ്മി തിലകൻ ഒരു ഗംഭീരമായ പെർഫോമൻസ് തന്നെയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഇമോഷൻസ്, അദ്ദേഹത്തിൻ്റെ സങ്കടം, പിന്നെ ചില സമയങ്ങളിൽ അദ്ദേഹം വളരെ കോമഡി എന്നുള്ള രീതിയിൽ വന്നിട്ടുണ്ട്. വൺ ലൈനേഴ്സ്, അതുപോലെ തന്നെ പ്രമോദ് വെളിയനാട് അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻറ്റ് പോലെ കൂടെ നടന്ന പ്രമോദ് വെളിയനാട് കോമഡി കൗണ്ടറുകൾ, ആ ഒരു ടെൻഷനുള്ള സമയത്ത് മൂഡ് ലൈറ്റാക്കാൻ അദ്ദേഹത്തിൻ്റെ റോളും, അങ്ങനെ എല്ലാവരും അഭിനയിച്ചവരും ടെക്നിക്കലി എല്ലാം ബ്രില്യൻ്റ് ആണ്. പിന്നെ ഒരു നോവൽ സിനിമയാക്കിയതുകൊണ്ട് തന്നെ അത് കുറച്ചുകൂടി ഡെപ്തായിട്ട് അവർ പറയാൻ വേണ്ടി കുറച്ച് സമയമെടുത്തു. അങ്ങനെ ഒരു ആക്ഷൻ മാസ് ആ രീതിയിലല്ല സിനിമ പോയിരിക്കുന്നത്. കുറച്ചുകൂടി ഇമോഷണലി കണക്റ്റ് ആവുന്നവർക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് സിനിമ മൊത്തത്തിൽ വന്നിരിക്കുന്നത്.